ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ നല്ലൊരു എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അതുകൊണ്ട് തന്നെ സുമിത്രയ്ക്കും അതുപോലെ തന്നെ ബാലുവിനും ജാമ്യം കിട്ടുകയാണ്. കാരണം അവർ മുൻകൂർ ജാമ്യം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ വക്കീൽ. അതുകൊണ്ട് തന്നെ അത് കാണിച്ചു കൊടുത്തപ്പോഴത്തേനും പോലീസിന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി. അങ്ങനെ അവർ പറഞ്ഞു വിടാട്ടോ ചെയ്യുന്നത്. കാരണം വേറൊരു നിവൃത്തിയില്ല. വക്കീൽ അത് കണ്ടിട്ട് തന്നെയാണ് നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തു വച്ചിരിക്കുന്നത് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ സഹദേവൻ പറയുന്നുണ്ട്, ഞാൻ പോവുകയാണ്, കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട്, ഞാൻ പോവുകയാണ്, എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം, പ്രത്യേകിച്ച് ആ കൃഷിനെ, കാരണം അവൻ കുറച്ച് ഡേഞ്ചറാണെന്ന് പറയുന്നു. അങ്ങനെ തന്നെ നീ ഒന്ന് പോയി നോക്കടാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വഴക്കുണ്ടാക്കുക ചെയ്യുന്നത്. ഇനി മര്യാദയ്ക്ക് നിന്നിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പേഷ്യൻ്റാണ് ആ കിടക്കുന്നത്, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ കൃഷി പറയുന്നുണ്ട്, അയാൾക്ക് പറ്റുമോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ, എനിക്ക് അയാൾ ഇവിടുന്ന് ജീവനോടെ കൊണ്ടുപോകണമെന്ന് നിർബന്ധമേ ഇല്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും വീണ്ടും വഴക്ക് നടക്കുകയാണ്. അപ്പോൾ ആൻറ്റിയമ്മ വന്നിട്ട്, എന്താ മോനുട്ടോ ഒന്ന് അടങ്ങി നിൽക്കുക, ഇത് ഹോസ്പിറ്റലിലല്ലേ, നീ ഇങ്ങനെ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ആദ്യം ഒന്നും മിണ്ടാണ്ടിരിക്കേ, ഇവനും ആ അകത്ത് കിടക്കുന്ന ആൾ കാരണം നമുക്ക് സൗകര്യവും സമാധാനം ഉണ്ടായിട്ടില്ല. ഇപ്പം കണ്ടില്ലേ, എല്ലാം ഇവരുടെ ഒരു നാടകമാണെന്ന് പറയുന്നു കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാനാ മോനു, ഇത് ഹോസ്പിറ്റലല്ലേ എന്ന് പറയുന്നു. നീ നിൻ്റെ പാട് നോക്കി ഒന്ന് പോക്കേ എന്ന് പറയുന്നു. അങ്ങനെ സഹദേവൻ തിരിച്ചു പോകുന്നു കേട്ടോ. സാറേ ഒന്ന് പൊക്കോളൂ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വിട്ടേക്ക് ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കുകയാണ്. അപ്പോഴത്തേനും മാനസ വരുന്നുണ്ട്. മനസ്സ് വയ്ക്കുന്നുണ്ട്, എന്താ കൃഷ്, എന്താ ഇവിടെ പ്രശ്നം. കൃഷാണെങ്കിലും മാനസ പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോവാണ്. അപ്പോഴത്തേനും എന്താ ആൻറ്റിമ്മ പ്രശ്നം ഇവിടെ എന്ന് ചോദിക്കുമ്പോഴത്തേനും, ഒന്നും പറയണ്ട, ആ ഒരു ബലരാമനില്ലേ, അയാളിപ്പോൾ ജയിലിലല്ലേ ആൻറ്റിയമ്മേ, അയാൾ കുത്തേറ്റിട്ടിപ്പോൾ സാഗർ, അതായത് മോനൂട്ടം കിടക്കുന്ന ഐസിയുലുണ്ട്, അതാകെ പ്രശ്നമാണ്. കൃഷ്ണൻ അവനെ കയ്യിൽ കിട്ടിയ കൊല്ലാമെന്നൊരവസ്ഥയിലാട്ടോ ഇരിക്കുന്നത്. മാത്രമല്ല അവൻക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തതല്ലേ ആലികയിലേക്ക്, സാഗറിനും അതുപോലെ കൃപയ്ക്കൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അവൻ അവിടെ കിടക്കുന്നത് കണ്ടിട്ട് അവന് സഹിക്കുന്നില്ല. അതിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ ആണ് ഈ സംഭവിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയുന്നു. അപ്പോഴത്തേന് ഹേമ പറയുന്നുണ്ട്, എന്താ മോളെ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്, എനിക്കാകെ ടെൻഷനാവുന്നു, എനിക്ക് ഒന്നാമത് നിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് ആകെ ടെൻഷൻ എന്ന് പറയുന്നു. അമ്മ ടെൻഷൻ അടിക്കണ്ട, എൻ്റെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. കൃഷ്ണനെ അങ്ങനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാനൊന്നും പോകുന്നില്ല, അവൻ എന്നെ എന്ത് പറഞ്ഞാലും ഞാനാണ് ഇനി ജയിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൃഷ് അങ്ങോട്ട് വരുന്നിട്ടുണ്ട്. മാനസ നിൻ്റെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേനും എന്താ പ്രശ്നം എന്ന് നിനക്കറിയില്ലേ കൃഷി, ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ നീ മര്യാദയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു കേട്ടോ. പിന്നെ അതൊന്നുമല്ല, ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയാണ് മാനസ. അതെന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ അലികയിൽ ആ ഒരു ബലരാമിൻ്റെ സിസ്റ്റർ ഭാഗ്യശ്രീയും പിന്നെ ഏതോ ലാലി പറഞ്ഞ ഒരു പെണ്ണും വന്നിട്ടുണ്ടല്ലോ, കുറേ സമയം കഴിഞ്ഞിട്ടാണ് പോയത്. അവർ ദേവജിയോട് കുറേ പേഴ്സണലായിട്ട് കാര്യങ്ങൾ കുറേ നേരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. മാനസ് ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത്. മാനസ ഇപ്പോൾ സസ്പെൻഡിലല്ലേ, പിന്നെ എങ്ങനെ ഈ കാര്യങ്ങൾ, ഓഫീസിൽ കാര്യങ്ങൾ മാനസയ്ക്ക് എങ്ങനെ അറിയാനായിട്ട് പറ്റുമെന്ന് ചോദിക്കുമ്പോഴത്തേനും, ഇവൾ കണ്ടോ മിടുക്കിയല്ലേ, അവൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി. ആ ദേവജി അയാൾ അവിടെ നിന്ന് പുറത്താക്കണം, കാരണം അയാളുള്ളത്തോളം സ്വസ്ഥവും സമാധാനമില്ല. അയാൾക്ക് കൂടുതൽ അധികാരം കൊടുത്തപ്പോൾ അയാൾ അവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇവിടെ ഈ നമ്മുടെ ശത്രുവായിട്ടുള്ള അവരുടെ സിസ്റ്ററിനെയൊക്കെ അവിടെ വിളിച്ച് കയറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറയുന്നു കേട്ടോ. മാനസ് ഞാൻ ചോദിച്ചതിന് മറുപടി പറ മാനസ എന്ന് പറയുമ്പോഴത്തേനും, മാനസ് ഇപ്പോൾ വീട്ടിലല്ലേ, പിന്നെ എങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു, ഞാൻ ഓഫീസിൽ പോയിട്ടില്ല, എന്നെ അറിയിച്ചതാണെന്ന് പറയുന്നു. ശ്രീദേവിയാണല്ലേ, ശ്രീദേവിക്കിട്ട് ഞാൻ പണി കൊടുത്ത, അവളെ ഡിസ്മിസിൽ ചെയ്യാൻ എനിക്ക് അറിയാൻ വയ്യായിട്ടല്ല, ഇനി ഞാൻ അങ്ങനെ ചെയ്തോളാം, അവിടുത്തെ കാര്യങ്ങൾ നിനക്ക് ചോർത്തി തരുന്നുണ്ടല്ലേ എന്ന് പറയുന്നു. എന്താ കൃഷി നീ ഇങ്ങനെ, മനസ്സ് പെട്ടു എന്നറിഞ്ഞപ്പോൾ മാനസ വെറുതെ കള്ളനാടകം ഉണ്ടാക്കി കരയാട്ടോ. അപ്പോഴത്തേന് കരച്ചിൽ നാടകം എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞ് കൃഷി പോകുന്നു. അപ്പോഴത്തേന് ഹേമയ്ക്ക് സങ്കടം വരുന്നു, എന്താ കൃഷി എന്ന് പറഞ്ഞിട്ട് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും കരച്ചിൽ നിർത്തിയിട്ട് മാനസ ആൻറ്റിയമ്മയോട് സംസാരിക്കുന്നു. എന്തിനാ മോളെ കരയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആര് കരഞ്ഞു എന്നാണ് ആൻറ്റിയമ്മ പറയുന്നത്, എനിക്ക് കരയേണ്ട യാതൊരു കാര്യമില്ല, എനിക്ക് കൃഷ്ണനെ കിട്ടിയിരിക്കണം, അതിനു വേണ്ടി ഏതറ്റകൈ പ്രയോഗവും ഞാൻ നടത്തിയിരിക്കുന്നു പറയുന്നു. ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മയ്ക്കും കുറച്ച് ടെൻഷനൊക്കെ ആവുന്നുണ്ട്. കാരണം കൃഷിനെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊന്നും ആൻറ്റിയമ്മയ്ക്ക് ഒട്ടും സഹിക്കില്ല. പക്ഷേ മാനസയെ കല്യാണം കഴിപ്പിക്കണം എന്നൊരു നല്ല ഉദ്ദേശം മാത്രം തന്നെയുള്ളൂ. അതിൽ മാനസ പ്രതികാരം വീട്ടാനാണെന്നുള്ളത് ആൻറ്റിയമ്മയ്ക്കും അറിയില്ല. പിന്നീട് കൺമണിയാട്ടോ കാണിക്കുന്നത്. കൺമണി ദേവജിയെ വിളിക്കുന്നുണ്ട്. എന്താ മോളെ കാര്യം ചോദിക്കുമ്പോൾ, ദേവ് സാർ ആകെ ടെൻഷനാണ്, ഇപ്പോൾ ബലരാമന് ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞു, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിളിച്ചതാണ്, പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ,
കൃഷിനോട് കാര്യങ്ങൾ സംസാരിക്കട്ടെ. അതായത് ബലരാമൻ സ്വന്തം ഏട്ടനാണ്, അവരുടെ മകനാണ്, സുജ മേഡത്തിൻ്റെയും സാഗർ സാറിൻ്റെയും മകനാണെന്ന് പറയട്ടെ. കൺമണി ഇത് സൂക്ഷിച്ച് വേണം. കാരണം പറയുന്നതൊക്കെ കുഴപ്പമില്ല, പക്ഷെ അത് കൃഷി പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ഡേഞ്ചറായിട്ട് ചിലപ്പോൾ അവൻ സംസാരിച്ചു എന്ന് വരാം. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് സംസാരിക്കേണ്ടത് ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ശ്രദ്ധിച്ചോളാം. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് പറയട്ടെ എന്ന് പറയുന്നു. കൃഷ്ണനോട് മാത്രമായിട്ട് സംസാരിക്കാം. കൃഷിൻ്റെ മനോനില എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം. എന്നാൽ ശരി സർ, ഞാൻ പറയാം, സൂക്ഷിക്കണേ കൺമണി എന്ന് പറയുന്നു. പിന്നീട് ഭാഗ്യശ്രീയും ലാലിയെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അവരാണെങ്കിലോ ഇപ്പോൾ എല്ലാം സ്വസ്ഥമായിരിക്കുകയാണ്. കാരണം ബലരാമൻ ചേട്ടൻ ഹോസ്പിറ്റലിലും അമ്മയും അച്ഛനും ജയിലിലുമാണ്. പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴൊന്നും ഇറങ്ങാനായിട്ട് സാധിക്കില്ല. അങ്ങനെ സാഗറിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോഴത്തേനും ലാലി പറയുന്നുണ്ട്, ഒരു വിഷമമുണ്ട് കുഞ്ഞെ. കാരണം സുമിത്ര മേഡം ജയിലിലാണെന്ന് അറിയുമ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ച് കാലം അവിടെ കിടക്കട്ടെ. സ്വന്തം മകളായ എന്നെ പോലും ഉപദ്രവിക്കാനുള്ള മനസ്സ് കാണിച്ച അവരെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ലാലി ആൻറ്റി വിഷമിക്കേണ്ട എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെയാണ് കോൾ വരുന്നത്. അങ്ങനെ ഐ വിളിക്കുന്നുണ്ട്. ഭാഗ്യശ്രീ അല്ലേ? ഭാഗ്യശ്രീ ഒരു പരാതി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ഛനും അമ്മയെ അറസ്റ്റ് ചെയ്തു. പക്ഷേ മുൻകൂർ ജാമ്യത്തിൻ്റെ പേരിൽ അവർക്ക് പുറത്ത് പോവേണ്ടി വന്നെന്ന് പറയുന്നു. സർ എന്താ പറയുന്നത്? കുട്ടി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും കേസ് തള്ളിപ്പോയിട്ടൊന്നുമല്ല, നമുക്ക് നോക്കാന്നേ എന്ന് പറയുന്നു. അപ്പോഴും വീണ്ടും ഭാഗ്യശ്രീക്ക് ഭയങ്കര വിഷമമാകും. എന്ത് പറ്റി കുഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവർ പുറത്തിറങ്ങി. അയ്യോ എന്നാൽ ഞാൻ നാട് വിടുകയാണെന്ന് ലാലി പറയുന്നു കേട്ടോ. അല്ലാതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. ലാലി ആൻറ്റി പേടിക്കണ്ട, നമുക്കിത് നേരിട്ടല്ലേ പറ്റുള്ളൂ എന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഒരു ഗുണ്ട അവിടെ അവരെ വാച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഒരു പക്ഷേ ഹോസ്പിറ്റലിലേക്ക് കയറാനുള്ള പരിപാടിയാണോ, ഇവരെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സുമിത്ര അയച്ചതാണെന്നുള്ള ടെൻഷൻ. കാരണം അവരത് മനസ്സിലാക്കി. ഭാഗ്യശ്രീ എന്തായാലും നല്ല തൻ്റെ ഇടത്തോടു കൂടി നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സാഗറിനെ സുജുവാണ്. സുജു ആണെങ്കിൽ സാഗറിൻ്റെ അടുത്ത് നിന്ന് മാറുന്നില്ല. സ്വന്തം മകൻ്റെയും ഭർത്താവിൻ്റെ ഇടയിലാണ് ആ പാവം. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, ബലരാമൻ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ട്, പക്ഷെ അവൻ നമ്മളോട് ചെയ്തത് എന്തൊക്കെ ദ്രോഹങ്ങളാണെന്ന് പറയുന്നു. ഒരു കണക്കിന് സുജു നമ്മുടെ കൃഷ്ണതിനകത്തേക്ക് കൊണ്ടുവരാത്തത് നന്നായി. അവൻ ഇവനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അവസാനിപ്പിക്കും. പിന്നെ ടെൻഷനൊന്നും ആവേണ്ട കാര്യമൊന്നുമില്ല സുജു. പിന്നെ ഈ വയ്യാതെ കിടക്കുന്ന ബലരാമൻ എന്നെ എന്ത് ചെയ്യാനാ? പക്ഷേ കൃഷ്ണൻ ഇങ്ങോട്ട് കയറേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. എനിക്ക് പേടിയുണ്ട് സാഗർ, പക്ഷേ ഇവനിങ്ങനെ സ്വന്തം കുത്തിയിട്ടൊന്നും ഒരാളിവിടെ ഹോസ്പിറ്റലിൽ വന്ന് കിടന്നിട്ട് കൊല്ലാൻ ശ്രമിക്കൊന്നുമില്ല സുജു. അത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയാം കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുക സാഗർ എന്ന് പറയുന്നു. പിന്നെ ആ കൃപ എന്തിനാ ഇവനെ പുറത്ത് കൊണ്ടുവരാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. ആ വോയിസ് മെസ്സേജ് നമ്മൾ കേൾക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നു. അതൊരു കണക്കിന് ശരിയാണ്, ഞാൻ ചെയ്തത് അബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ് സുജു, ആ ഫോൺ എടുത്തുകൊണ്ട് വായോ, നമുക്ക് നോക്കാം. അയ്യോ അത് വീട്ടിലാണല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു കണക്കിന് ഇവിടുന്ന് പോയ ഉടനെ ആ മെസ്സേജ് നമുക്ക് കേൾക്കണം. അതിന് ശേഷം വേണം ഇവനെ വിലയിരുത്താനായിട്ടെന്ന് പറയുന്നു കേട്ടോ. അനീഷ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, മേഡം ഇതുവരെ പോയില്ലേ, എന്ന് പുറത്ത് നിൽക്കണം. സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ, കാരണം എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയണം. അപ്പോൾ സാഗർ പറയുന്നത് കുറച്ച് സമയം കൂടി നിൽക്കട്ടെ എന്ന് പറയുന്നു. ബലരാമൻ എണീറ്റിട്ട് അവൻ്റെ നിലപാട് അറിഞ്ഞിട്ടേ ഞാൻ പുറത്ത് പോകുള്ളൂ എന്ന് പറയുന്നു. എൻ്റെ സുജു നീ ടെൻഷൻ ആവണ്ട, അവൻ എന്നെ ഒന്നും ചെയ്യില്ലേ, കുത്തേറ്റ് കിടക്കുന്ന അവൻ എന്ത് ചെയ്യാനാന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ കൺമണിയാട്ടോ. കൺമണിയാണെങ്കിൽ കൃഷ്ണനെ വിളിക്കുന്നുണ്ട്. വിളിച്ചതിന് ശേഷം തന്നെ പുറത്തേക്ക് വരാനായിട്ട് പറയുന്നു. ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല സർ ഞാൻ, കാരണം മാനസ മേഡം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നു. ആരെന്ത് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വായോ എന്ന് പറയുന്നു. മാനസ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ കൺമണിയാണെന്നുള്ളത്. മനസ്സിക്ക് മനസ്സിലായി. അതൊന്നും വേണ്ട, പ്രശ്നം കൂടുതൽ വഷളാക്കണ്ട, സാർ ഇങ്ങോട്ട് പോരെന്ന് പറയുന്നു. എന്നാൽ താൻ അവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം എന്നുള്ളത് കൃഷ് പറയാം കേട്ടോ. അപ്പോൾ തന്നെ മാനസത കേൾക്കുന്നു കേട്ടോ. പിന്നീട് കൺമണി അത് പറയാൻ വേണ്ടി വന്നതാണ്. അവിടെ നിൽക്കുന്ന സമയത്ത് വരുണുണ്ട്, അതിൽ പോകുന്നതായിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഒരു ഫോൺ കോൾ വരുണിന് വരുമ്പോൾ കൺമണി അങ്ങോട്ട് മാറി നിൽക്കുന്നു. ഒരു പക്ഷേ അത് മാനസ തന്നെയായിരിക്കും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ പറയുന്ന കാര്യങ്ങൾ അവർക്കും കൂടി കേട്ട് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാട്ടോ അവരവിടെ നിൽക്കുന്നത്. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. പ്രമോ ആയിട്ട്